മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുമെന്ന് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ മനോഭാവത്തിന് നമുക്ക് ലോകത്തോടുള്ള മനോഭാവം എന്നാണ് വിളിക്കുവാനായി സാധിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദി വേൾഡ്. ഈ ലോകത്തിൽ യഥാർത്ഥ സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് നോട്ട് an easy thing to be a dedicated Christian. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു നിമിഷം മതി, കൈപൊക്കി ചെയ്യാം, ഏറ്റുപറയാം. എന്നാൽ അനുദിന ജീവിതത്തിലൂടെ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമ്മെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് ഈസി അല്ല. അതൊരു ഹാർഡ് വർക്കാണ്, ഹാർഡ് തിങ് ആണ്. അതിനുള്ള കാരണം നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ ലോകം നമുക്ക് എപ്പോഴും സ്നേഹിതരായി കാണുവാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ കാരണം ഈ ലോകം ദൈവത്തിന്റെ സ്നേഹിതനല്ല, ഈ ലോകം ദൈവത്തിന്റെ ശത്രുവാണ്. അപ്പോൾ ലോകം തന്നെ അല്ലെങ്കിൽ ഈ സൊസൈറ്റി തന്നെ ദൈവത്തിന്റെ ആളുകൾക്കും ഫ്രണ്ട്സ് അല്ല എന്ന് നാം അറിഞ്ഞിരിക്കുകയാണ്. നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നാമും ലോകവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റിയുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ഞാനൊരു ദൈവപൈതലാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വേണ്ടാത്തത് പറയണം, നിങ്ങൾ എന്നെ അടിക്കണം, ഉപദ്രവിക്കണം, ഇതൊന്നും ആരും പറയണം, എല്ലാം ഇനി തന്നെ കെട്ടിക്കോളും. തനിയെ ദൈവപൈതലായി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ എന്റെ നിമിത്തം പഴിക്കും, ഉപദ്രവിക്കും. നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭാഗ്യവാന്മാരാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ലോകം നമുക്ക് സ്നേഹിതരായി തോന്നാത്ത, അല്ലെങ്കിൽ സമൂഹം നമ്മെ പഴിക്കുന്നത്, സമൂഹത്തിന് നാം എനിമികളായി തോന്നാനുള്ള കാരണം എന്താണ്? അവരുടെ ജീവിതം പോലെയല്ല നമ്മുടെ ജീവിതം. ലോകം കാണുന്നത് പോലെയല്ല. ലോകത്തിനൊരു മനോഭാവമുണ്ട് എല്ലാത്തിനും. ആ മനോഭാവത്തിലല്ല ഒരു ദൈവത്തിൽ ജീവിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഇസ് ഡിഫറെന്റ്. പാപത്തെ ലോകം കാണുന്നത് പാപം ചെയ്താലും ആരും കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ ചിന്താഗതി. എന്നാൽ ഒരു ദൈവവേദന ആരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുമ്പോൾ ഇത് നമ്മിൽ ചേരാതെ വരും. ഇന്ന് നാം നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്ന് നാം വായിച്ചാൽ, ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെയെല്ലാം പാപം ചെയ്ത് പിടിക്കപ്പെടാതെ ജീവിക്കുന്നവരൊക്കെ ലക്കികളാണെന്നാണ് ലോകം പറയുന്നത്. അവര് അന്യായമായി ധനം സമ്പാദിച്ചാലോ മനുഷ്യരോട് അന്യായമായി ഇടപെട്ടാലോ അതൊന്നും വിഷയമല്ല. അത് ലോകത്തിൽ ജീവിക്കാൻ ഇതൊക്കെ നല്ലതായി കരുതുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ലോകം നോക്കുന്നത് അഹങ്കാരത്തോട് ജീവിക്കുന്ന, അല്ലെങ്കിൽ സംതിങ് ആണെന്ന് പറയുന്ന ആളുകളൊക്കെ വലിയ ആളുകളായിട്ടാണ്. എന്നാൽ ഞാനൊന്നുമില്ല, എനിക്ക് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല, ആ താഴ്മ മനോഭാവം ധരിക്കുന്നവരെ ലോകം വലിയ ആളുകളായിട്ട് കാണത്തില്ല. പ്രൈഡ് അതൊരു വലിയ വിഷയമായിട്ട് ലോകത്തിന് കാണുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഔട്ട്ലുക്ക്, പുറമേ ഉള്ളതായ നമ്മുടെ അവസ്ഥ കണ്ടുകൊണ്ട് അത് നല്ലതായി ചിന്തിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരെ പ്രൈസ് ചെയ്യുന്നത്, മറ്റുള്ളവര് പുകഴ്ത്തുന്നത്, മറ്റുള്ളവർ മാനിക്കുന്നത്, ഇതിനാണ് ലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ നാം ഒരു യഥാർത്ഥ ദൈവത്തിൽ, ശരിയായ ദൈവിക നീതിയിൽ, ശരിയായ പരമാർത്ഥ നീതിയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിൽ ഹ്യൂമിലിറ്റിയോടെ, താഴ്മയോടെ, സൗമ്യതയോടെ ജീവിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചുകൊണ്ടിരിക്കും. ഈ ലോകം ദൈവവുമായി എപ്പോഴും യുദ്ധത്തിലാണ്.
വാർ വിത്ത് ഗോഡ്. അപ്പോൾ ദൈവം നോക്കുന്നത് ലോകത്തിന്റെ ആളുകളെ റിക്കൺസൽ ചെയ്യുവാൻ, എന്ന് പറഞ്ഞാൽ അവരെ തന്റെ മക്കളാക്കി തീർക്കാനാണ് ദൈവം നോക്കുന്നത്. അന്നും ഇന്നും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ദൈവമക്കളായി നാം ലോകവുമായി ഒരു കോംപ്രമൈസ് ചെയ്ത് ലോകവുമായി ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഇവിടെ പറയുകയാണ്, ഒരു കുറ്റവും ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് സകലതിന്മേയും കളവായി പറയും, നിങ്ങളെ ഉപദ്രവിക്കും. എന്നാൽ ആ സമയത്ത് നിരാശപ്പെട്ട് കരഞ്ഞു വിളിച്ച് ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സന്തോഷിച്ചു തുള്ളുവിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സന്തോഷിച്ചു തുള്ളുവാൻ, അത്രമാത്രം സന്തോഷിക്കുവാൻ, അല്ലെങ്കിൽ അത്രമാത്രം ആഹ്ലാദിക്കുവാൻ പറഞ്ഞിരിക്കുന്ന സന്ദർഭം വേറെ അധികമില്ല. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാം ചെയ്തതിന് പ്രതിഫലം കിട്ടും, എന്നാൽ ചെയ്യാത്തതിന് പ്രതിഫലം. ചെയ്യാത്തതിന് പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നത് സന്തോഷിച്ച് ഉല്ലസിക്കുകയും അന്യായമായി ന്യായമില്ലാതെ ഈ കളവായി തിന്മകൾ പറഞ്ഞ് നമ്മെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ മറന്നു പോകരുത്, നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോകവും നാമും തമ്മിലുള്ളതായ മനോഭാവം. എന്നാൽ വേദപുസ്തകം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, കള്ളനായിട്ടോ പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടോ അല്ലെങ്കിൽ ദോഷമായത് ചെയ്തിട്ടോ ശിക്ഷ അനുഭവിക്കുമെന്നവരായി തീരരുത്. കർത്താവിനുള്ള ഭക്തിയിൽ, കർത്താവിനുള്ള സ്നേഹത്തിൽ, കർത്താവിനുള്ള ചിന്തയിൽ നാം ഏത് അന്യായം അനുഭവിച്ചാലും അതിന് പ്രതിഫലമുണ്ട്. നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നെയ്ബേഴ്സിന്റെ നടുവിൽ, നാം വെളിയിൽ ആയിരിക്കുമ്പോൾ, ഈവൻ ഷോപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ ലോകവുമായി ഇടപെടുമ്പോൾ അന്യായമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. എന്നാൽ ഇതെല്ലാം കാണുന്ന, അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ആ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ മനുഷ്യർ അത് ചവിട്ടിക്കളയും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിലവിലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. നാം എങ്ങനെയാണ് ഉപ്പായി തീരുന്നത്? നാം എങ്ങനെയാണ് വെളിച്ചമായി തീരുന്നത്? നാം ഉറക്കെ, വളരെ ശക്തമായി എല്ലാവരും ഉറക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ്. അതൊരു ഭാഗമായിരിക്കാം. എന്നാൽ ഇവിടെ പറയുകയാണ്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നാം ലോകത്തിന് ഉപ്പായി ജീവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. നാം ലോകത്തിന് വെളിച്ചമായി ജീവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. ലോകക്കാരെ പോലെ പ്രവർത്തിക്കാനല്ല എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത്. നമ്മുടെ ജീവിതമായിരിക്കണം ഒരു സാക്ഷ്യം. നമ്മെ കാണുന്നവർ ഞാൻ നിങ്ങൾ ഒരു ദൈവവേദനാണെന്ന് പറയുവാൻ ഇടയാകണം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഷോപ്പിങ്ങിന് പോയിരുന്നാൽ പോലും അവിടെ ദൈവത്തിന്റെ നാമത്തെ വെളിപ്പെടുത്താനാണ് എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നത്. അല്ലാതെ ലോകക്കാർ ചെയ്യുന്ന പോലെ, പറയുന്നത് പോലെ പറയുവാനല്ല. നമ്മുടെ ജീവിതം കൊണ്ട് നാം ഒരു ദൈവവേദനാണെന്നുള്ള വെളിപ്പെടുത്തണം. നമ്മുടെ ജോലി സ്ഥലത്ത് നാം ഒരു ദൈവവേദനാണെന്നുള്ള വെളിപ്പെടുത്തണം. കർത്താവ് പറയാണ്, നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട്, നമ്മുടെ പ്രവൃത്തിയാണ് അവർക്ക് വെളിച്ചമായി തീരേണ്ടത്. ഒരുപക്ഷെ നാം എത്ര നല്ലവരായി ഹൃദയപരമാർത്ഥതയോടെ ജോലി ചെയ്താലും ആരും അത് വില മറിച്ചൊന്നും വരത്തില്ല. കാണുന്നവരൊക്കെ നമ്മെ പിന്നെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുള്ളൂ. നമുക്ക് തോന്നുന്നു എന്താണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന്. എന്നാൽ അങ്ങനെയൊക്കെ മനുഷ്യർ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ഞാൻ നിങ്ങളും ആരാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവർ നമ്മെ കുറിച്ച് അത് പറയുവാനിടയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വെളിച്ചം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നമ്മുടെ പ്രവൃത്തി എപ്പോഴും ആ രീതിയിലായിരിക്കണം. ഇത്രയും അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ കാര്യം തന്നെ പറയാം. ഇവിടെ വന്ന ഇടയ്ക്ക് ചില ആളുകൾ, ഞാനിവിടെ ജോർജ് പറഞ്ഞ ഞങ്ങളൊക്കെ 79 അടുപ്പിച്ചാണ് വന്നത്. ഇവിടെ അന്നുള്ള ചർച്ചിലുള്ളതിനേക്കാൾ ആളുകൾ ചർച്ചിൽ വരാത്തവരുണ്ടായി. ഒരിക്കൽ ഒരാൾ വരാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ശരിയാണോ എന്ന് അറിയത്തില്ല. ലോങ്വുഡ് ഗാർഡൻ കാണാൻ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പൂക്കളൊന്നും പറിക്കരുത്. അവിടെ വളരെ ചെറിയൊരു തൈമാവ്, ഞാനില്ലാത്ത വരുന്നതിന് മുമ്പാണ്. ആ തൈമാവിൽ കൊച്ചു മാങ്ങ ഉണ്ടായിരുന്നു. നമ്മുടെ ആ സൗകര്യം കയറി ആ മാങ്ങ അങ്ങ് പറിച്ചു, ബാഗിനകത്തിട്ടു.
ഇത് കണ്ടുകൊണ്ട് നിന്ന വേറൊരു സഹോദരൻ, ഇത് നമുക്കൊരു വലിയ വിഷയമല്ല, ഇവിടെ ഇരിക്കുന്നവരെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ബിലീവേഴ്സാണ്, അതുകൊണ്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷെ വിലയിലായ മറ്റൊരു സഹോദരിക്ക് അത് വളരെ ഭാരമായിട്ട് തോന്നി. ഇവരോട് ഇനി ആരാധിക്കാൻ പറ്റുന്ന തീരുമാനിച്ചു. വേറൊരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അന്നൊക്കെ പരീക്ഷ എഴുതാൻ ന്യൂയോർക്കിലാണ് പോകുന്നത്, സ്റ്റേറ്റ് ബോർഡ് എഴുതാൻ നേഴ്സിംഗിന്റെ. ആ നേഴ്സിംഗിന്റെ പരീക്ഷയ്ക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ ചോദ്യപേപ്പർ ചോർത്തി കിട്ടുന്ന പരിപാടിയാണ് ഉണ്ടായത്. അപ്പോൾ പരീക്ഷ എഴുതാൻ പല സഹോദരിമാർ ഒന്നിച്ചു പോയി, താമസിച്ചിരുന്നിടത്ത് ചോദ്യപേപ്പർ കിട്ടി, പക്ഷെ കൂട്ടു സഹോദരിക്ക് കൊടുത്തില്ല. അന്ന് മുതൽ പിന്നെ ആരാധനയ്ക്ക് വന്നിട്ടില്ല. ഇതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയത്തില്ല, ഞാൻ വരുന്നതിന് മുമ്പാണ് കേട്ടോ. 79 ആരംഭത്തിലോ 78 ഒക്കെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ആരോടും പറയണ്ട, ചിലപ്പോൾ ഈ അനുഭവം നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഈ ആളായിരിക്കും. എങ്ങനെ അറിയുന്നത്? എനിക്കും ഇത് എക്സാക്ട് കാര്യങ്ങൾ അറിയത്തില്ല, ഞാൻ കേട്ട കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അത് അറിയാമായിരിക്കും. അതുകൊണ്ട് പറയുന്ന ആളായിരിക്കും ഇതിന്റെ അനുഭവസ്ഥര്, അല്ലെങ്കിൽ ഇത് പറ്റി ചെയ്യപ്പെട്ടവരതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മള് വളരെ നിസ്സാരമെന്ന്, വളരെ സില്ലിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും ആളുകൾ വാച്ച് ചെയ്യുന്നതാണ്, ആളുകളെ അത് ഹർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം, നാം വളരെ കെയർഫുൾ ആയിരിക്കണം. നാം ജോലിക്ക് പോകുന്നിടത്ത്, ജോലി ചെയ്യുന്നിടത്ത്, ഷോപ്പ് ചെയ്യുന്നിടത്ത്, ഇവിടെയെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ വെളിച്ചം ലോകം കാണുവാനിടയാകണം. വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം എവിടെയൊക്കെയാണ് നമ്മുടെ വെളിച്ചം കെട്ടുപോകത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രത്യേകത, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത അതാണ്. നാം ആ രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യുവാനായി. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം, ലോകം പഴിക്കുകയും ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷിച്ചു തുള്ളണം. നമ്മുടെ നീതി അവരുടെ മുമ്പാകെ നമ്മുടെ വെളിച്ചം പ്രകടിപ്പിക്കുവാൻ കൊണ്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത 5-ാം അധ്യായത്തിന്റെ 17 ഉള്ളതായ വാക്യങ്ങൾ, അതിന്റെ വിഷയം കർത്താവ് പറയുന്നത് എങ്ങനെയാണ് ഈ ശരിയായിട്ടുള്ള ട്രൂ റൈച്ചസ്നെസ് നമുക്ക് ലഭിക്കുന്നത്. ഹൗ ട്രൂ റൈച്ചസ്നെസ് കം, 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ബ്ലസ്സഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പദത്തിന്റെ അന്നത്തെ കർത്താവ് ഉപയോഗിച്ച ആ പദം വളരെ ഡിവൈനായി, ദൈവികമായി ലഭിക്കുന്ന ഒരു സംതൃപ്തി, സന്തോഷം, ഭാഗ്യം എന്നുള്ളതാണ്. ഇത് കേട്ട് ജനങ്ങൾ, ക്രൗഡെല്ലാം ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അത് വളരെ ശ്രദ്ധാപൂർവം അവരിതെല്ലാം കർത്താവ് പറഞ്ഞതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം മനസ്സിലുള്ള ചിന്ത, ഇതെങ്ങനെയാണ് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നത്? ഈ ക്യാരക്ടർ, ഈ സ്വഭാവം, അല്ലെങ്കിൽ ഈ രീതി സാധാരണക്കാരായ ഞങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുവാനായിട്ട് കഴിയുന്നത്? ഇത് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? അവരുടെ മനസ്സിൽ വന്ന ചിന്തയാണ്. അവരെല്ലാവരും ശാസ്ത്രിമാരും പരീശന്മാരും പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. ആ ലോ അനുസരിച്ച് പോയാൽ കർത്താവ് പറഞ്ഞതുപോലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പൊ മോശമുണ്ട്, ന്യായപ്രമാണമുണ്ട്, നിയമങ്ങളുണ്ട്. അതും ഇതുമായിട്ട് എന്താണ് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച്, ദ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളി ലൈഫ് ദൈവം മോശയിലൂടെ, ന്യായപ്രമാണത്തിലൂടെ നൽകി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ന്യായപ്രമാണവും മോശയുമായി ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്ത് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്? പരീശന്മാരും ശാസ്ത്രിമാരും അന്ന് സമൂഹത്തിന്റെ ഇടയിൽ ഭക്തരായ ആളുകളാണ്. ആത്മീയ ലോകത്ത് വളരെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. നല്ല വിലയാണ് അവർക്ക് ആ രീതിയിലുള്ളത്. അവര് എങ്ങനെയാണ് വിശുദ്ധരായി ജീവിക്കേണ്ടത്, ഹോളി ലൈഫ് നയിക്കേണ്ടത്, ഈ ലോ എങ്ങനെയാണ് ഒബേ ചെയ്യേണ്ടത്, ഇതൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ദൈവം കൊടുത്ത 10 കൽപ്പനകളെ പരീശന്മാര്, ശാസ്ത്രന്മാര് അതിനെ പലതായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് 600 ചില്ലുവാനും കൽപ്പനകളാക്കി. ഡൂസ് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താണ്. ചെയ്യേണ്ട കാര്യങ്ങൾ അത് കുറവാണ്, എനിക്ക് തോന്നുന്നു 200 ചില്ലുവാനുള്ള. അതിൽ കൂടുതലാണ് ഡോൺ, ചെയ്യരുത്. ഇത് അങ്ങ് വിഭാഗിച്ച് ഇതിനെ അങ്ങ് വിശദീകരിച്ച് ഈ ന്യായപ്രമാണത്തിന്റെ സൂക്ഷിപ്പുകാരായി ഇവരങ്ങ് മാറുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ശാസ്ത്രിമാരും പരീശന്മാരുമാണ്
സമൂഹത്തിന്റെ ഇടയിൽ, കോമൺ പീപ്പിളിന്റെ ഇടയിൽ ഹോളിയസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ, അവരാണ് നിയമങ്ങളും കൽപ്പനകളും ഒക്കെ പ്രമാണിക്കുന്നവരായിട്ട് പറയുന്നത്. എന്നാൽ ഇവിടെ 20-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി പോരാ, അതിനെ കവിയുന്ന നീതി ഉണ്ടായിരിക്കണം. ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്? ജനത്തിന്റെ ചിന്ത അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന സമയത്ത് കർത്താവ് തന്റെ മനോഭാവം, കർത്താവിന്റെ മനോഭാവം ന്യായപ്രമാണത്തോടുള്ളത്, ലോയോടുള്ളത്, തന്റെ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അത് പ്രസ്താവിക്കുന്ന സമയത്ത് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ സാധാരണ ആൾക്കാർക്ക്, കേൾക്കുന്ന ജനത്തിന് 3 രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം എന്നാണ് നമുക്ക് പഠിക്കുവാനായി സാധിക്കുന്നത്. So Jesus is explaining his attitude towards the law here, and Jesus is telling the possible relationships towards the law here. 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ഡിസ്ട്രോയ് ദ ലോ, ന്യായപ്രമാണത്തെ നീക്കുക. അപ്പോൾ ഒന്നാമത്തെ പോസിബിൾ റിലേഷൻഷിപ്പ് വരാൻ സാധ്യതയുള്ളത് ന്യായപ്രമാണം ഡിസ്ട്രോയ് ചെയ്യുവാൻ, ലോ ഡിസ്ട്രോയ് ചെയ്യുവാൻ, ന്യായപ്രമാണത്തെ നീക്കുവാനുള്ള മനോഭാവം ഉണ്ടാകാം എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. We can seek to destroy the law. ഇവിടെ പരീശന്മാരും അങ്ങനെയാണ് ചിന്തിച്ചത്. പരീശന്മാർ യേശുവിന്റെ ടീച്ചിങ്ങിനെയൊക്കെ, യേശു ചെയ്തതിനെയൊക്കെ ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഒന്ന്, യേശുവിന്റെ അധികാരം, ഇവിടെ പറയുന്ന കാര്യങ്ങൾ, യേശു പഠിപ്പിച്ച അധികാരങ്ങളും ഒക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ അതോറിറ്റിയോടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയാണ്, ഈ പരീശന്മാരും ശാസ്ത്രിമാരും അവര് പറഞ്ഞ അധികാരം പോലെ അല്ലല്ലോ യേശു പറയുന്നത്, ഇത് വേറെ ഒരു രീതിയിലാണല്ലോ എന്നാണ്. ഇപ്പോൾ പരീശന്മാരുടെ വിഷയം, യേശുവിന് അധികാരം കിട്ടണമെങ്കിൽ ഞങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ലീഡേഴ്സ് കൊടുക്കണം. പക്ഷേ യേശു ഉപയോഗിച്ച അധികാരമൊന്നും ഈ ലീഡേഴ്സിൽ നിന്ന് കിട്ടിയതല്ല. അപ്പോൾ അത് അംഗീകരിക്കാൻ ഇച്ചിരി വിഷമമാണ്. ഇനി യേശു അധികാരം മാത്രമല്ല, യേശു ചെയ്ത കാര്യങ്ങൾ നോക്കിയാലും യേശുവിന്റെ ആക്ടിവിറ്റി അതുപോലെ തന്നെയാണ്. യേശു ചെയ്തത് ശബത്തിൽ ആളുകളെ സൗഖ്യമാക്കി. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും ദഹിക്കാത്ത കാര്യമാണ്. പരീശന്മാരുണ്ടാക്കിയതായ ഒത്തിരി ട്രഡീഷൻസ് ഉണ്ട്, ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെ ഒക്കെ കർത്താവായ യേശു ക്രിസ്തു എതിർത്തതായിട്ട് കാണുവാനായി സാധിക്കുന്നു. ഇനി യേശുവിന്റെ അസോസിയേഷൻ തന്നെ ആരോടാ? ഈ വിശുദ്ധരായി ലോകം കാണുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവര് ചുങ്കക്കാരോടും പാപികളോടും അകന്ന് വേർവിട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ യേശുവിനെ നോക്കിയാൽ യേശു ചുങ്കക്കാരോടുകൂടെ വർത്തമാനം പറയുന്നു, അവരോടുകൂടെ ഭക്ഷിക്കുന്നു, പാപികളെ അവൻ വിളിക്കുന്നു, പാപികളെ അവൻ സ്നേഹിക്കുന്നു. അപ്പോൾ യേശുവിന്റെ അതോറിറ്റി, യേശുവിന്റെ ആക്ടിവിറ്റി, യേശുവിന്റെ അസോസിയേഷൻ, ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമേറിയ കാര്യമായിരുന്നു. ഈ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ പഠിപ്പിക്കലുകളും നാം ഇതെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ അവര് ചെയ്യുന്ന എന്തോ ഈ ലോയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നവരായെന്ന് തോന്നും, നിയമങ്ങൾ, ന്യായപ്രമാണങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നവരായെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്ന, ന്യായപ്രമാണത്തെ ഇല്ലാതെയാക്കുന്നവർ പരീശന്മാരാണ്. അവർ ചെയ്യുന്നത് അതിന്റെ പുറമേയുള്ള എക്സ്റ്റേണൽ തിങ്ങിനാണ് വില കൊടുക്കുന്നത്. ഹൃദയത്തിൽ ആ ന്യായപ്രമാണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ, ആത്മീയ ഭാഷയിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം കൊടുത്ത കൽപ്പനകൾ, പ്രമാണങ്ങളൊക്കെ എംബാം ചെയ്ത് അങ്ങ് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഒരു ബോഡി എംബാം ചെയ്താൽ അതിന്റെ ഗുണം എന്താണ്? ചെയ്യാതിരിക്കും, അവിടെ ഇരിക്കും. പക്ഷെ ജീവനില്ല, ഇത് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇതുപോലെയാണ് ന്യായപ്രമാണത്തെ പരീശന്മാരെ ഹാൻഡിൽ ചെയ്യുന്നത്. പുറമെ ഒരുപാട് ഡൂസും ഡോൺസും ഒക്കെ വെച്ച് പുറമേ ഉള്ള കാര്യങ്ങൾ, ഇന്നറായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ജീവനില്ലാതെ പുറമേ ഉള്ള കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി കൊടുത്ത പരീശന്മാര്, ശാസ്ത്രിമാര്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിലെല്ലാം വളരെ കൃത്യമായി യേശു എഴുതിയിരുന്നതായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നടക്കുകയും ഈ പരീശന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അവർ യേശുവിനെ ഡിനൈ ചെയ്തതിന്റെ റീസൺ അതാണ്. അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. പുറമേ ഉള്ളതിന് മാത്രമാണ് അവര് പ്രാധാന്യം കൊടുത്തത്. Inner truth of the law not penetrated their heart.
അവരുടെ ഉള്ളിൽ അത് വേണ്ട രീതിയിൽ പെനട്രേറ്റ് ചെയ്യുവാൻ, അത് വേണ്ട രീതിയിൽ പരിവർത്തിക്കുവാൻ ഇടയായി തീർന്നില്ല. യേശു കർത്താവ് തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് തന്റെ പ്രസ്താവനകളിലൊക്കെ പറയുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. കർത്താവിന്റെ പഠിപ്പിക്കുകകളെല്ലാം ന്യായപ്രമാണത്തെ കർത്താവ് ഹോണർ ചെയ്തതാണ് കാണുവാനായി സാധിക്കുന്നത്. അവൻ ഹോണർ ചെയ്തു എന്ന് മാത്രമല്ല, ന്യായപ്രമാണം അനുസരിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ, അത് ലേൺ ചെയ്യുവാൻ, അത് ഒബേ ചെയ്യുവാൻ മനുഷ്യരെ യേശു കർത്താവ് സഹായിക്കുകയാണ് ചെയ്തത്. തന്റെ പ്രവൃത്തിയിലൂടെ അങ്ങനെയാണ്. കപടമായ പുറമേ ഉള്ളതായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പരീശന്മാർ, അതൊരു ഡെഡായിട്ടുള്ള റിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായി അവർ മാറി. എന്നാൽ കർത്താവിന്റെ പഠിപ്പിക്കുകയുള്ള ദൈവത്തോടുള്ളതായ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് ന്യായപ്രമാണം കൊണ്ടുണ്ടാകണം. അതാണ് കർത്താവ് ആഗ്രഹിച്ചത്, കർത്താവ് അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അവൻ ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന പുറമേ ഉള്ളതായ കാപട്യത്തോടുകൂടെ ജീവിക്കുന്ന ഈ പരീശന്മാരെല്ലാം അവരത് ചെയ്യുന്നത് കൊണ്ട് നിഗളികളായി, അഹങ്കാരികളായി, വളരെ പ്രൗഢുള്ളവരായി, സൗമ്യതയില്ലാത്തവരായി, താഴ്മയില്ലാത്തവരായി ജീവിക്കുന്നു. അതവരെ നയിക്കുന്നത് ബോണ്ടേജിലേക്കാണ്, അടിമത്തത്തിലേക്കാണ്. അവർക്ക് ലിബർട്ടി കൊടുക്കുവാൻ, അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ ജീവിക്കുവാൻ ഇടയായി തീർന്നത്. രണ്ടാമതായി 17-ാമത്തെ വാക്യം തന്നെ നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്ന രണ്ടാമത്തെ റിലേഷൻഷിപ്പ്, ന്യായപ്രമാണത്തോട് ഒരു പോസിബിൾ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, വി ക്യാൻ സീക്ക് ടു ഫുൾഫിൽ ദ ലോ, ന്യായപ്രമാണം നിവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ പറയുകയാണ്, നീക്കുവാനല്ല, നീക്കേണ്ടത് വന്നോ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. യേശു കർത്താവിന്റെ ജീവിതം മുഴുവൻ ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണമായി. യേശു ജനിച്ചത് തന്നെ ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്ന അനുസരിച്ചാണ്. ഹിസ് ബർത്ത്, അത് ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാം വാക്യം, ഗലാത്യർ 4:4 നാം വായിക്കുന്നു, യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബോൺ അണ്ടർ ദ ലോ, അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിക്കുവാൻ ഇടയായി തീർന്നു. ഒരു സാധാരണക്കാരനായ ഒരു യഹൂദ ബാലകനെ പോലെ റിച്വലായി, ആചാരമായി ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തിരുന്നു. യേശുവിനെ വിസ്തരിക്കുമ്പോൾ, ക്രൂശിക്കുമ്പോൾ പോലും ആർക്കും യേശു ഒരു തെറ്റ് ചെയ്തതായി, ന്യായപ്രമാണ ലംഘിയായി, ഒരു പാപം ചെയ്തവനായി കാണിക്കുവാൻ കഴിയില്ലായിരുന്നു. അവന്റെ ജനനത്തിൽ അവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നവനായിരുന്നു. എല്ലാ സമയങ്ങളിലും അവൻ ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായിരുന്നു. തന്നെയുമല്ല, എന്നാൽ ഒരിക്കൽ പോലും ഈ പരീശന്മാരുടെ ട്രഡീഷൻസിന് തന്നെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അവരുണ്ടാക്കിയ, ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ അനുസരിച്ചിരുന്നു. എന്നാൽ അവരുണ്ടാക്കിയ ആ സമ്പ്രദായങ്ങൾക്ക് യേശു കർത്താവ് കീഴ്പ്പെട്ടു കൊടുത്തില്ല. കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ സ്വർഗീയ പിതാവ്, ഉയരത്തിൽ നിന്ന് പിതാവായ ദൈവം എപ്പോഴും പെർഫെക്റ്റ് സണ്ണായിട്ടാണ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ളതിന് താൻ അംഗീകരണം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ ടീച്ചിങ്ങിലെല്ലാം യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ ഫുൾഫിൽ ചെയ്താണ് അവന്റെ ടീച്ചിങ് എല്ലാം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ഞാൻ മുന്നേ ഓർപ്പിച്ചതുപോലെ ന്യായപ്രമാണത്തെ ലിവിംഗ് വേർഡായി പരീശന്മാർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ വള്ളി പുള്ളി, അതിന്റെ അക്ഷരങ്ങൾ, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ യേശു കർത്താവിന്റെ പഠിപ്പിക്കുകകളിൽ യേശു ചെയ്ത എന്താണ്? ജനത്തെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് ന്യായപ്രമാണം അനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുവാനാണ് കർത്താവ് ജനത്തെ പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പോലും ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുമ്പോൾ 3-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ഒരു ശാപം ഉണ്ടായിരുന്നു. ആ ശാപം കർത്താവായ യേശുക്രിസ്തുവിൽ നിറവേറിയതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം നമ്മൾ പഠിച്ചല്ലോ, 9-ഉം 10-ഉം അധ്യായങ്ങളിലെല്ലാം അവിടെയെല്ലാം കാണുവാൻ കഴിയുന്നത് എന്താണ്? അവന്റെ മരണം കൊണ്ട് ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവന്റെ ജനനം, അവന്റെ പഠിപ്പിക്കൽ, യേശുക്രിസ്തുവിന്റെ മരണം, ഇതെല്ലാം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായിരുന്നു. നമ്മൾ വായിക്കുന്നു, യേശു കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ചെയ്തത് എന്താണ്? ദേവാലയത്തിലെ തിരശ്ശീല, വെയിൽ, അത് രണ്ടായിട്ട് ചിന്തിപ്പോയി.
അത് നിവൃത്തിയായി. ഇനി ആ വെയിൽ കൊണ്ട് ആവശ്യമില്ല. ലേഖനത്തിൽ പറയുകയാണ്, 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജാതികൾ യഹൂദന്മാർ എന്ന് പറയുന്ന ആ വേർപാടിന്റെ ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് destroyed the wall and made access to the throne of grace. നമുക്ക് വേണ്ടി അങ്ങനെ ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ട യേശു കർത്താവിനെയാണ് കാണുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് പറയുന്ന പോലെ കൈപ്പണിയായ ഒരു ദേവാലയമല്ല അവൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യനിർമ്മിതമായ മനുഷ്യനുണ്ടാക്കിയതായ റിച്വൽസ് അല്ല അവൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇന്നർ ലിവിംഗ് ആണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നവനായിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. എങ്ങനെയാണ് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നത്? ന്യായപ്രമാണത്തെ നമുക്ക് നിവർത്തിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം കീഴ്പ്പെട്ടു കൊടുക്കുമ്പോഴാണ്. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജഡത്തെ അനുസരിക്കാതെ ആത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മിൽ നിവർത്തിക്കപ്പെടുവാനായിട്ട് കഴിയും. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി, ആ ഹോളി സ്പിരിറ്റിന്റെ എക്സ്പീരിയൻസോടുകൂടി ജീവിക്കുമ്പോൾ നമുക്കത് അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ഈ ഈ ബിയാറ്റിറ്റ്യൂഡ് നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് പ്രസ്താവിച്ചത് മനോഹരമായ കാര്യങ്ങളൊക്കെ നാം പ്രസ്താവിക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ യേശു കർത്താവിന്റെ ദിവ്യ സ്വഭാവമാണ്. The divine character of Jesus Christ we can see when we read the Beatitudes of Christ. അവൻ ഒരിക്കലും പാപം ചെയ്തിരുന്നില്ല. അവന്റെ പാപത്തെ കുറിച്ച് അവൻ നിലവിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, മോൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ കർത്താവിനെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? അവൻ മാൻ ഓഫ് സോറോസ് ആൻഡ് അക്വൈന്റഡ് വിത്ത് ഗ്രീഫ്, വ്യസനപാത്രമായി തീർന്നവൻ, ദുഃഖം ഏറ്റെടുത്തവൻ, ദുഃഖത്തിന്റെ പുത്രനായി യേശുവിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി അവൻ ദാഹിക്കുന്നവനാകേണ്ടി വന്നിട്ടില്ല. എന്നാൽ ആ ഭൂമിയിലായിരുന്ന സമയമെല്ലാം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ സംതൃപ്തി അടയുന്നവനായിരുന്നു പുത്രനായ യേശു ക്രിസ്തു. ശമര്യക്കാരി സ്ത്രീയോട് സംസാരിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, ആരും അറിയാത്ത ഭോജനം എനിക്കുണ്ട്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ച ദൈവപുത്രനെ പോലെയാണ്. അപ്പോൾ ഇതെല്ലാം യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമ്മെ വിളിച്ചറിയിക്കാൻ എന്താണ്? ന്യായപ്രമാണം അനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് കഴിയുന്നത്? യേശുവിന്റെ ശക്തിയാ. ഇനി 3-ാമത്തെ വിഷയം, ഈ ന്യായപ്രമാണം പഠിപ്പിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് 19-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളൊന്ന് അടുക്കി മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെയും പരീക്ഷന്മാരുടെയും നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കൽപ്പനകളൊക്കെ നമ്മൾ നോക്കിയാൽ അതിൽ ഒരു കൽപ്പന ഒഴികെ ബാക്കി 9 കൽപ്പനകളും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടുള്ള അടയാളമായി ശബത്ത് നാളിനെ കുറിച്ചുള്ള കൽപ്പന കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളും കർത്താവിന്റെ പഠിപ്പിക്കലും ഒക്കെ നോക്കുമ്പോൾ ബാക്കി എല്ലാ 9 കൽപ്പനകളും അതിനെ കുറച്ചുകൂടെ ആഴമായിട്ടാണ്, ഡീപ്പായിട്ടാണ്, അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ചാണ്. ന്യായപ്രമാണം നീക്കുവല്ല ചെയ്തത്, യേശു കർത്താവ് നിവർത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ളതായത് പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ടല്ല, ഭയം കൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കുന്നവരായിട്ടല്ല, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളിൽ ആ ജീവൻ വന്നിട്ട് ഇന്നറായിട്ടുള്ള ചേഞ്ച്, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പൽക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.